ഹലോ ഗായ്സ്, ഇനി നമ്മൾ എങ്ങനെ നമുക്ക് ഉണക്കച്ചക്ക വേവിക്കാം എന്നാണ് നോക്കുന്നത്. ഇത് ഓൾറെഡി വെള്ളത്തിലിട്ട് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിക്ക് കഴുകി അങ്ങനെ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു കുക്കറാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി ചക്ക നമ്മൾ കുക്കറിലിട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം, അതായത് ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി. ഒത്തിരി വെള്ളം വേണ്ട, ഒത്തിരി കുഴഞ്ഞു പോകും. അപ്പം നമുക്കൊരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കാം. നമുക്ക് ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ചക്കയുടെ അരപ്പിന് ആവശ്യമായ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചത്, ഉണക്ക കാന്താരി, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് അരയ്ക്കാൻ ആവശ്യമായിട്ട് നമുക്ക് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വേവിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. 5-6 വിസിലടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് അരപ്പിടാം. അരപ്പിട്ടതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.